തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 6 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്, തുടർച്ചയായിട്ടാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചിലർ ഇവ വിട്ടുമാറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ എന്താണ് വിട്ടുമാറിയത്? അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്നതായ സ്നേഹം തന്നെ. അത് പൗലോസപ്പോസ്തലന്റെ തിമോഥെയോസിനോടുള്ള ആജ്ഞയുടെ അടിസ്ഥാനമായിട്ടാണ് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഉദ്ദേശവും അടിസ്ഥാനവും ഒക്കെ ആയിട്ടാണ്. എന്നാൽ ഈ ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുകയും അതിൽ നിന്ന് ഉളവാകുന്നതായ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഇത് വിട്ടുകളഞ്ഞാൽ പിന്നെ ദൈവവചന ശുശ്രൂഷ അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കൽപ്പന, ആജ്ഞ എന്നൊക്കെ പറയുന്നത് അപ്രസക്തമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കറിയാമല്ലോ, സഭകളിലൊക്കെ ആളുകൾ മറ്റ് പുറത്തുനിന്ന് വരുന്നതായ ആളുകളെ അല്ലെങ്കിൽ പ്രാസംഗികരെന്ന് പേര് കേട്ടതായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും സഭകളിൽ അങ്ങനെ പ്രസംഗിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ചില നന്മവശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സഭയിലുള്ള സഹോദരന്മാരെ തന്നെ കേട്ട് 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 മടുത്തിരിക്കുമ്പോൾ പുതിയ ചില വാക്കുകളും പ്രയോഗങ്ങളും പുതിയ താല്പര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത അതിനുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് മടുക്കുമ്പോൾ ആളുകൾ വല്ലപ്പോഴും ഒക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ഗുണമാണ് അതിനുള്ളത്. എന്നാൽ ദൈവവചനത്തിൻ്റെ ഉപദേശവും ഒക്കെ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട ആ സഭയെ സ്നേഹിക്കുന്ന ആ സഭയിലെ ആളുകൾക്ക് വ്യക്തമായും അറിയാവുന്നതായ ആളുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ദൈവവചന സന്ദേശങ്ങൾ നമുക്ക് കേൾക്കേണ്ടത്. കാരണം ഈ ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉള്ള ആളുകളാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ദൈവസഭയോടുള്ള അവരുടെ സ്നേഹമായിരിക്കണം അതിൻ്റെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ പഠിപ്പീരിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ, അതായത് ശുദ്ധഹൃദയവും ഇല്ല, നല്ല മനസാക്ഷിയും ഇല്ല, നിർവ്യാജ വിശ്വാസവും ഇല്ല, അതിൽ നിന്നുളവാകുന്നതായിട്ടുള്ള സ്നേഹവുമില്ല, ഇതൊന്നുമില്ലാതെ നടത്തുന്ന പഠിപ്പീരിനെ കുറിച്ചാണ്, ഉപദേശത്തെക്കുറിച്ചാണ് നമുക്ക് 6-7 വാക്യങ്ങൾ നാം വായിക്കുന്നത്. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാർ ആകുവാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താൻ. ഇവിടെ ധർമ്മോപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നത് അവര് അതായത് ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ്. അങ്ങനെ ന്യായപ്രമാണം പഠിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ന്യായപ്രമാണം യഥാർത്ഥത്തിൽ പുതിയ നിയമവിശ്വാസികളെ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമുക്കത് പിന്നീട് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ന്യായപ്രമാണം യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് നടത്തുന്ന ഒരു ശിശുപാലകനാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പൊതുവിൽ പറഞ്ഞാൽ അതിനെ നിഴലെന്നും, പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നിഴലിനെ പൊരുളായിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതായ ഒരു വലിയ അപകടകരമായ അവസ്ഥ ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട്. ഇതേ അവസ്ഥ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുതിയ നിയമ സഭയിൽ ദൈവവചന ശുശ്രൂഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത്, അതിൻ്റെ ആധാരമായിരിക്കുന്നത്
അങ്ങനെ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ ശുദ്ധഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉള്ളവരായിട്ടുള്ള ആളുകളിൽ നിന്നുളവാകുന്ന സ്നേഹത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉള്ള ശുശ്രൂഷകൾ ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ വരേണ്ടത്. അത് വിട്ടുമാറിക്കഴിഞ്ഞാൽ പിന്നെ കേവലം ധർമ്മോപദേഷ്ടാക്കന്മാർ എന്നുള്ള അവസ്ഥ മാത്രമേ അതിന് ഉണ്ടായിരിക്കുന്നുള്ളൂ. നമുക്കറിയാം, നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നതായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. പല മതങ്ങളിലും ഈവൻ സ്കൂളുകളിൽ പോലും സന്മാർഗ പാഠം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിക്കുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയത്തില്ല സന്മാർഗ പാഠം. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കുറെ ആളുകൾ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളത് അല്ല ക്രിസ്തീയമായ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കുറിച്ച് പറയുന്നത് അവരെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധമില്ല എന്നാണ്. അവർ പഠിപ്പിക്കുന്നത് എന്താണ്, സ്ഥാപിക്കുന്നത് എന്താണ് എന്നുള്ളതൊന്നും അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് അവരെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ പുതിയ നിയമ ഉപദേശങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ന്യായപ്രമാണം എടുത്തു വെച്ചിട്ട് പുതിയ നിയമ ഉപദേശത്തെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ചർച്ചിൽ അത് പഠിപ്പിക്കുമ്പോൾ ഈ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ പുതിയ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലുമാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇന്ന് അനേക സഭകളിലേക്കും നോക്കിയാൽ പ്രാഥമികമായിട്ടും പഴയ നിയമ പുസ്തകങ്ങൾ ആ പഴയ നിയമ പശ്ചാത്തലത്തിൽ തന്നെ അത് ഒരു നിഴൽ എന്നുള്ള നിലയ്ക്കല്ല, പക്ഷെ അതിനെ പൊരുളായി പഠിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് അവര് പുതിയ നിയമത്തിലെ വെളിച്ചത്തിൽ അത് പഠിപ്പിക്കാത്തിടത്തോളം കാലം ഈ പറയുന്നത് എന്താണ്, സ്ഥാപിക്കുന്നത് എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കുന്നില്ല. അവര് തന്നെ ഗ്രഹിക്കുന്നില്ല ഈ ഒരു വിഷയം പഴയ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവവചനം പഠിക്കുമ്പോൾ നാം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുശേഷം പറയുവാണ് ന്യായപ്രമാണവും നീതിമാനല്ല എന്ന് വെച്ചാൽ പുതിയ നിയമസഭയിൽ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. ന്യായപ്രമാണം നീതിമാനായിട്ടല്ല നൽകിയിരിക്കുന്നത്. അത് ആർക്കൊക്കെയാണ്? അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമേധനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്ര വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ഈ പഴയ നിയമ പഠനം എന്ന് പറയുന്നത് അത് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലതാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ നാം ആ ലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോൾ നാം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുകയുണ്ടായി. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ന്യായപ്രമാണത്താൽ നീതി വരുന്നില്ല എന്നും അത് ക്രിസ്തുവിലേക്ക് നടത്തുകയായിരുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നാം അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്നറിയുന്നു. അപ്പോൾ ന്യായമല്ലാതെ ന്യായപ്രമാണത്തെ പുതിയ നിയമസഭയിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ന്യായമല്ലാതെയാണ് ഇന്ന് ഒരു നല്ല ശതമാനം ഉപദേഷ്ടാക്കന്മാര് ഇന്ന് ന്യായപ്രമാണത്തെ സഭകളിൽ പഠിപ്പിക്കുന്നത്, പഴയ നിയമത്തെ സഭകളിൽ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് അതിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നല്ല കേൾക്കുവാൻ ഇമ്പമുള്ള നിലയിൽ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നാണെങ്കിലും പുതിയ നിയമത്തിൽ നിന്നാണെങ്കിലും സംഭവങ്ങളെ കുറിച്ചോ ആളുകളെ കുറിച്ചോ ഒക്കെ നമുക്ക് വളരെ പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും. അത് കേൾക്കുവാനായിട്ടും വളരെ ഇമ്പമായിരിക്കും. എന്നാൽ അതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് പുതിയ നിയമ ഉപദേശത്തിന് തുല്യമായിരിക്കണം, അതിനോട് ചേരുന്നതായിരിക്കണം, അതിൽ നിന്ന് വ്യത്യസ്തമാകുവാനായിട്ട് പാടില്ല. ഇന്നലെ നമ്മൾ പഠിച്ചപ്പോൾ
നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇത് ലേഖനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അന്യത ഉപദേശിക്കരുത് എന്നും ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നുവെന്ന്. അപ്പോൾ അന്യത ഉപദേശിക്കരുത്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപദേശം ഈ പഴയ നിയമ പഠനത്തിൽ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. കെട്ടുകഥകളായിട്ടും തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അങ്ങനെ അതിൽ നിന്ന് പഠിക്കുവാനായിട്ടും പഠിപ്പിക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇന്ന് ആരോ ഒരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ കേട്ടു, ഇന്ന് പല സഭകളിലും പോയി നോക്കിയാൽ അത് ഒരു യഹൂദന്മാരുടെ സിനഗോഗാണ് എന്ന് തോന്നുന്ന നിലയിലാണ് സഭയിലെ ഉള്ളിലെ ശുശ്രൂഷകൾ എന്ന് പറയുന്നു. അവര് രാവിലെ സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം വായിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സ്തോത്രവും പാട്ടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം വചന സന്ദേശം കൊടുക്കുമ്പോൾ അങ്ങ് ആദാം മുതല് മോശ, ദാവീദ്, ഗോലിയാത്ത് മുതലായിട്ടുള്ള പഴയ നിയമ വ്യക്തിത്വങ്ങളെയും സംഭവങ്ങളെയും ആധാരമാക്കി ഒരു പ്രസംഗമൊക്കെ നടത്തും. അതിനുശേഷം അവര് പിരിഞ്ഞു പോകും. അതിനെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഒരു യഹൂദന്മാരുടെ സിനഗോഗിലും സംഭവിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരാരെങ്കിലും നമ്മുടെ സഭാ ഹാളിന്റെ പരിസരത്തിലൂടെ പോയാൽ ഇവിടെ ഒരു സിനഗോഗ് ഉണ്ട്, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ കയറി വരുമെന്നൊക്കെ അദ്ദേഹം ഒരു ഹാസ്യ രൂപത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും അതിലൊരു സത്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ നിയമത്തെ നാം പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് കർത്താവിലേക്ക് നടത്തുന്ന ഒരു ശിശുപാലകൻ എന്നുള്ള നിലയിലാണ് നാം അതിനെ കാണേണ്ടത്. അതിന് പ്രാധാന്യമില്ല എന്നല്ല, പ്രാധാന്യമുണ്ട്. അത് ന്യായോചിതമായി ഉപയോഗിച്ചാൽ അത് നല്ലതാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് അത് ന്യായോചിതമായി ഉപയോഗിച്ച് പഠിപ്പിക്കുവാനായിട്ടുള്ള ദൈവദാസന്മാരെ ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ ഈ പരിജ്ഞാനം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാനിപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ്, അതായത് 1-ാമത്തെ വാക്യം മുതൽ ഈ 10-ാമത്തെ വാക്യം വരെ ഞാൻ എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പരിജ്ഞാനം, അത് മഹത്വമുള്ള സുവിശേഷത്തിന് ഏങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായതാണ്. അപ്പോൾ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമല്ലാത്ത നിലയിൽ നമ്മളുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അത് നാം യഥാർത്ഥത്തിൽ ഭയത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. വൃഥാവാദത്തിലേക്ക് തിരിയുന്നു. യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹമോ സഹോദര സ്നേഹമോ ശുദ്ധഹൃദയമോ നല്ല മനസാക്ഷിയോ നിർവ്യാജ വിശ്വാസമോ ഒന്നുമില്ലാതെ ഒരു പ്രകടനം എന്നുള്ള നിലയിൽ, അതല്ല എങ്കിൽ ഒരു ഒരു ആചാരം എന്ന നിലയിൽ ഒരു പ്രസംഗമൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ആളുകൾക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നല്ലൊരു പ്രസംഗം, നല്ലൊരു പ്രാസംഗികന്റെ കീഴിൽ നല്ലൊരു പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ നല്ല ഒരു കാര്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ആളുകള് ചില സഭായോഗങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ കമന്റ് പറഞ്ഞ് ഞാൻ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, ഇന്നത്തെ വചന ശുശ്രൂഷ ഒന്നും ശരിയായില്ല, ഒരു ഉഷാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് വചന ശുശ്രൂഷയിൽ അവര് കാണുന്നതായ താല്പര്യവും അവർക്ക് ഇല്ലാത്തതായിട്ടുള്ള കാര്യവും എന്ന് ചോദിച്ചാൽ, അതിൻ്റെ പ്രകടനത്തിലുള്ളതായ അല്ലെങ്കിൽ സന്ദേശം നൽകുന്നതിലെ ചില രീതികൾ എന്നുള്ളതിൽ മാത്രമാണ് അങ്ങനെയുള്ളവർ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നതിന് ആധാരമായിട്ട് എടുക്കുന്നത്. ചില സഭായോഗം കഴിയുമ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നത്തെ സഭായോഗം നല്ല ഒരു സഭായോഗമായിരുന്നു, നല്ല ഒരു ആരാധനയായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ അത്ര ശരിയായില്ല
എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, അവിടെ നല്ല ഒച്ചത്തിലൊക്കെ ആളുകൾ പാട്ടൊക്കെ പാടി ഒച്ചത്തിൽ സ്തോത്രം ചെയ്തു, ഒച്ചത്തിൽ ആമേൻ പറഞ്ഞു, കുറച്ച് ഹല്ലേലൂയൊക്കെ പറഞ്ഞു, കൈയൊക്കെ കൊട്ടി നല്ല പാട്ടൊക്കെ പാടി, ചില മ്യൂസിക്കും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മീറ്റിങ്ങിനെ അവർ നല്ല ആരാധനയാണ് എന്ന് പറയും. അല്ല, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ഇന്നത്തെ ആരാധന അത്ര ശരിയായില്ല. പ്രിയമുള്ളൊരു, ദൈവം നമ്മളുടെ ഹൃദയങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല, നമുക്ക് നിർവ്യാജ വിശ്വാസവും ശുദ്ധ മനസാക്ഷിയും നല്ല ഹൃദയവും ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും അതിനാൽ ഉളവാകുന്നതായിട്ടുള്ള സ്നേഹത്താലും നിയന്ത്രിക്കപ്പെടുന്നവരും ഭരിക്കപ്പെടുന്നവരുമാണോ നാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. മറിച്ച് അവിടെ ഉള്ളതായ പാട്ടിന്റെ മാധുര്യങ്ങളും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളുടെ പ്രകടനങ്ങളും ആളുകളുടെ ശബ്ദവും ഒച്ചപ്പാടും അതുപോലെ തന്നെയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭായോഗത്തെയും അതുപോലെ തന്നെ പ്രസംഗത്തെയൊക്കെയും ഒക്കെ ആളുകൾ വിലയിരുത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അത് ഒരു ജഡത്തിൽ നിന്നുള്ളതായ ഒരു പ്രതികരണമാണ്. ഒരു സഭായോഗം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കണം. യഥാർത്ഥത്തിൽ എന്തിനാണ് സഭായോഗം എന്ന് ചോദിച്ചാൽ, അത് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടിയാണെന്ന് എബ്രായലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഭായോഗം കഴിയുമ്പോൾ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും നമുക്ക് ഉത്സാഹം വർദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ സഭായോഗം അതിൽ തന്നെ ഒരു പരാജയമായി എന്നേ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എന്താണ് നാം കൂടി വരുന്നതിന്റെ ലക്ഷ്യം? നാം വചനം കേൾക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? വചനം സംസാരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇതൊക്കെയും നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യാതൊരു പ്രയോജനവുമില്ലാത്ത ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഫെസോസിലെ സഭയിൽ ഒരുപക്ഷെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ യഹൂദന്മാരെന്ന് പല ദേശങ്ങളിലേക്ക് ചിതറിപ്പാർക്കുകയും അതുപോലെ തന്നെ അവര് പൊതുവെ വ്യാപാര മേഖലകളിലുള്ളവരുമായിരുന്നു. അപ്പോൾ എഫെസോസിലെ സഭയിൽ ഉണ്ടായിരുന്നതായ ന്യൂനപക്ഷമായിരിക്കുന്ന യഹൂദൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ അവർക്ക് ന്യായപ്രമാണമൊക്കെ അത്യാവശ്യം അറിയാമല്ലോ. അപ്പോൾ അവരായിരിക്കണം ഒരു പക്ഷേ ആ സഭയിൽ ന്യായപ്രമാണം എടുത്തുകൊണ്ട് സഭയെ പഠിപ്പിക്കുവാനായിട്ട് തുനിഞ്ഞത്. കാരണം എഫെസോസിലെ സഭയിലെ ഭൂരിപക്ഷം ആളുകളും ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളായിരുന്നുവല്ലോ. അങ്ങനെയാണ് നമുക്കത് വായിച്ചാൽ മനസ്സിലാകുന്നത്. ഒരു ജാതീയ പട്ടണവുമായിരുന്നു എഫെസോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പഴയ നിയമത്തെക്കുറിച്ച് ധാരാളം അറിയാവുന്ന കുറച്ച് ആളുകൾ അവിടെ ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായ ഒരു പ്രസംഗവും അതല്ല എങ്കിൽ വചന പഠനവും ഒക്കെ ആ സഭയിൽ കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസവും ആചാരങ്ങളും ഒക്കെ പുതിയ നിയമ ഉപദേശത്തോട് കൂട്ടിക്കലർത്തി തർക്കങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ഉപദേശങ്ങളും പഴയ നിയമത്തിലെ ഉപദേശങ്ങളും അതിനെ നിഴലും പൊരുളും എന്നുള്ള നിലയിൽ നാം മനസ്സിലാക്കാൻ പരാജയപ്പെട്ടാൽ ഇത് തമ്മിൽ ചേരാതെ വരും. അപ്പോൾ അതിനെ പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. അങ്ങനെ ശ്രദ്ധയോടെ പഠിപ്പിക്കാത്ത ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് തിമോഥെയോസിനോട് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, നീ അവിടെ താമസിക്കണം. അത് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. നീ അവിടെ കുറച്ചു കാലം താമസിച്ച് അവരെ പുതിയ നിയമ ഉപദേശത്തിൽ അവരെ ഉറപ്പിക്കണം എന്ന് പറഞ്ഞ് അവരോട് തിമോഥെയോസിനോട് അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം പഴയ നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപാവസ്ഥയെ മനുഷ്യനെ വെളിപ്പെടുത്തുകയും അവന്റെ ജഡത്തിൽ അല്ലെങ്കിൽ അവനിൽ ഈ കൽപ്പനകളൊക്കെയും അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പഴയ നിയമം അവർക്ക് നൽകിയിരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും ഈ പഴയ നിയമ ആശയം കുറേയേറെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നാം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലുള്ള നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത്.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താലാണ് നാം എല്ലാവരും നടത്തപ്പെടേണ്ടത്. അതിനു പകരം നാം കൽപ്പനകളാൽ നടത്തപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പോകുന്നുണ്ട്. അത് ഈ പഠനത്തിന്റെ ഒരു വലിയ പ്രശ്നം അതിനകത്തുണ്ട്. ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, ഞാൻ തെറ്റുകാരനാണ്, തെറ്റിപ്പോയിട്ടുണ്ട്, എനിക്കൊത്തിരി പരാജയങ്ങളുണ്ട്, എനിക്ക് നന്നാവണം എന്നുള്ളതായ ഒരു ആഗ്രഹം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. എന്നാൽ നമ്മളിൽ ദൈവം നൽകുന്നതായിട്ടുള്ള രൂപാന്തരം, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളിൽ നൽകുന്നതായിട്ടുള്ള രൂപാന്തരം എന്ന് പറയുന്നത് നമ്മിൽ തന്നിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാം ആ നിയന്ത്രണത്തിൽ വസിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് നാളെ മുതൽ ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തങ്ങ് പോകുന്നു. അത് തന്നെയായിരുന്നു പഴയ നിയമ ഉപദേശങ്ങൾ കേട്ടിരുന്നതായിട്ടുള്ള യഹൂദന്മാരും ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമായിരുന്ന പഴയ നിയമ പ്രമാണത്തിൽ ജീവിക്കുവാനായിട്ടല്ല, സ്വാതന്ത്ര്യത്തിന്റെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ആ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന പുതിയ നിയമ ജീവിതമാണ് നമുക്ക് വേണ്ടത്. പഴയ നിയമത്തെ കുറിച്ച് ഇവിടെ നാം വായിച്ചല്ലോ, അത് നീതിമാന്മാർക്കുള്ളതല്ല. എന്നാൽ പഴയ നിയമം വേണ്ട എന്നോ അത് പഠിക്കേണ്ട എന്നോ അതിന് യാതൊരു അർത്ഥവുമില്ല. അതൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ആളുകൾ പഴയ നിയമത്തെ സമീപിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ദൈവ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുവാനുള്ള ഒരു താല്പര്യവും സാധ്യതയുമാണ്, അതിനുള്ള തീരുമാനമാണ്, അതിനുള്ള സമർപ്പണമാണ് നമ്മിൽ നിന്ന് ഉളവാകേണ്ടത്. അതല്ലാതെ ഞാനിനി എല്ലാം അനുസരിച്ച് നല്ലൊരു വ്യക്തിയായിട്ടൊക്കെ പോകാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ജഡത്തിൽ നാം തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. അത് തികച്ചും ഒരു പരാജയത്തിലേക്ക് വരികയേ ചെയ്യുകയുള്ളൂ. തന്നെ ത്യജിക്കുകയും നാൾതോറും ക്രൂശെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രമാണങ്ങളൊന്നും നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അത് പുതിയ നിയമത്തിലാണ് അതുള്ളത്. അപ്പോൾ നമ്മെ തന്നെ ത്യജിക്കാതെ, ക്രൂശ് എടുക്കാൻ തയ്യാറാവാതെ ഒരു ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും തയ്യാറല്ലാതെ നാം എന്തെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നന്നാകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു ഫലവും ചെയ്യുകയില്ല. ഒരുപക്ഷെ അതുകൊണ്ടാണോ എന്ന് ഞാനിങ്ങനെ ഭയപ്പെടുകയാണ്. അനേക ദൈവമക്കളുടെയും ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ ഓരോ കാലഘട്ടവും കഴിയുമ്പോൾ, അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടവും കഴിയുമ്പോൾ അവർ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആകുന്നു എന്നല്ല, മറിച്ച് അവരിൽ ഉണ്ടായിരുന്ന ചില നന്മകൾ പോലും നഷ്ടപ്പെട്ടിട്ട് അവരെ വഴക്കാളികളും വമ്പ് പറയുന്നവരും ഏഷണിക്കാരും ദൂഷണം പറയുന്നവരും സ്നേഹിക്കാൻ കഴിയാത്തവരും മറ്റുള്ളവരോട് വഴക്കടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളായിട്ടാണ് അവർ രൂപാന്തരപ്പെടുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരൊരിക്കലും ശരിയായിട്ടുള്ളൊരു ട്രാക്കിലല്ല യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ട്രാക്കിലല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് കഴിഞ്ഞ 2 ലേഖനങ്ങളിലൂടെ നാം പഠിക്കുകയുണ്ടായി. അവരുടെ ആ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ സഭയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സഭയിലെ വിശ്വാസികളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് എത്രയോ നല്ല നിലയിലാണ് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പി ലേഖനം പഠിച്ചപ്പോഴും നാം അത് തന്നെയാണ് പഠിച്ചത്. എഫെസ്യർക്ക് ലേഖനം പഠിച്ചപ്പോഴും നാം അവിടുത്തെ വിശ്വാസികളെ കുറിച്ച് ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കിയത് വളരെ ശ്രേഷ്ഠമായിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളതായ സഭകളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒന്നും പറയുവാനായിട്ട് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ എവിടെയോ ഒരു പരാജയം, ക്രിസ്തീയ ലോകത്തൊരു മേജർ, ഒരു വലിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് നാം നമ്മെ തന്നെ ത്യജിച്ച് നാൾതോറും ക്രൂശെടുക്കാൻ തീരുമാനിക്കാതെ നാം നന്നാകാൻ തീരുമാനിക്കുന്നു എന്നുള്ളവരാണ്. അങ്ങനെ ആരും നന്നായിട്ടില്ല. അങ്ങനെ തീരുമാനത്താൽ നമുക്ക് നന്നാകാനായിട്ട് കഴിയുമായിരുന്നുവെങ്കിൽ കർത്താവിന്റെ വരവും ഒന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമുക്ക് നൽകേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ തീരുമാനങ്ങൾ തന്നെ നമുക്ക് മതിയായിരുന്നു. എന്നാൽ നമ്മുടെ തീരുമാനങ്ങളല്ല നമ്മെ നന്നാക്കുന്നത്, നമ്മുടെ സമർപ്പണമാണ്. കഷ്ടം സഹിക്കാനായിട്ടുള്ള നമ്മുടെ മനസ്സാണ്. പ്രതിസന്ധികളെ
കർത്താവിൽ ആശ്രയിച്ച് ദൈവാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നേരിടുവാനായിട്ടുള്ള നമ്മുടെ മനസ്സാണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ വഴിയിലേക്കും രൂപാന്തരത്തിലേക്കും നയിക്കുന്നത്. അതിനു പകരം മോശയെക്കുറിച്ചോ അബ്രാഹാമിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ ഒക്കെ കുറച്ച് കഥകളും അല്ലെങ്കിൽ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയൊക്കെ കേട്ടേച്ച് പോയാൽ യഥാർത്ഥത്തിൽ അതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. അതൊക്കെ ധർമ്മോപദേഷ്ടാക്കന്മാരാകാൻ ഇച്ഛിക്കുന്ന ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കേവലം നമ്മുടെ ആത്മാവിനെ തൊടാത്ത, നമ്മുടെ ഹൃദയത്തെ തൊടാത്ത, നമ്മുടെ ജീവിതത്തെ തൊടാത്തതായിട്ടുള്ള ഉപദേശങ്ങളല്ല വേണ്ടത്. ഇത് വലിയൊരു പ്രശ്നമായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ് ഓരോ പുസ്തകവും തിമോത്തിയോസിനോട് പറയുന്നത്, നീ അവിടെ കുറച്ചു കാലം താമസിച്ച് ഇതൊക്കെ ഒരു ക്രമീകരണം വരുത്തണം, നീ ആജ്ഞാപിക്കണം, സത്യ ഉപദേശത്തോട് അന്യത ഉപദേശിക്കരുത്. പഴയ നിയമത്തിൽ നിന്ന് എടുത്തവർ ഉപദേശിച്ചതിനെ കുറിച്ച്, അതായത് പുതിയ നിയമ വെളിച്ചത്തിലല്ലാതെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് ഉപദേശിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്യത ഉപദേശിക്കുക എന്നാണ്. വേറൊരു ഉപദേശം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഡിഫറെന്റ് ഡോക്ടറിൻ എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ നാം ഏറെ ശ്രദ്ധയോടെ ശരിയായിട്ടുള്ള പുതിയ നിയമ വിശ്വാസത്തിന്റെ ട്രാക്കിലേക്ക് നാം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ, ദൈവത്തിന് നമ്മളിലൂടെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ നാം കേവലം സഭായോഗങ്ങളിലും ആ സഭായോഗങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള പ്രകടനങ്ങളിലും ആശ്വാസവും സന്തോഷവും കണ്ടെത്തുകയോ അങ്ങനെ നാം മുമ്പോട്ട് പോവുകയോ ചെയ്യുകയുള്ളൂ. നമ്മളിൽ ഓരോരുത്തരും, ഒരു സഭ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടുന്നതാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നതായിട്ടുള്ള സഭയിൽ സഭ നന്നാകണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഏത് സഭയും നന്നായി പോകണം എന്നുള്ളത് ആഗ്രഹം എല്ലാ സഭകളിലും ഉള്ളവർക്കുണ്ട്. പക്ഷെ എങ്ങനെയാണ് സഭ നന്നാകുന്നതെന്ന് ചോദിച്ചാൽ സഭയിലെ ഓരോ വ്യക്തികളും നന്നാകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന ഒരു സഭ നന്നാകണമെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്, എനിക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം അവരവർ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിലെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾക്ക് കാരണക്കാരായിട്ടുള്ള ചില ആളുകളെ നാം അങ്ങനെ അങ്ങ് തീരുമാനിക്കും. നമ്മളെ കുറിച്ചല്ല പറയുന്നത്, പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിലും ഒരുപക്ഷെ അങ്ങനെയുള്ള പരാജയങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സഭയിലെ പ്രശ്നങ്ങൾക്ക് കുഴപ്പക്കാരായിട്ട് മറ്റു പലരെയും ഒരുപക്ഷെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ നാം ഒരിക്കലും കാണാത്തത് സഭയിലെ കുഴപ്പങ്ങൾക്ക് കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതായ കാര്യമാണ്. അവനവൻ തന്നെയാണ് സഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ എന്ന് കാണാൻ കഴിയാത്തതിലാണ് സഭയുടെ പരാജയം. എന്നിലാണ് കുറവ്, എൻ്റെ കുറവ് ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക്, നമുക്കറിയാമല്ലോ, ഒരവയവം ആണെങ്കിൽ ആ ശരീരം പൊതുവിൽ ബലഹീനമാണ്. നമ്മളൊരിക്കലും എൻ്റെ ഒരു കൈ ബലഹീനമാണ് പക്ഷെ എൻ്റെ ശരീരം വളരെ ആരോഗ്യമാണെന്ന് നമ്മൾ പറയുകയില്ല. പനി തലയിൽ തൊട്ട് നോക്കിയാൽ പനിയുണ്ട്, പക്ഷെ ബാക്കിയൊരിടത്തും കുഴപ്പമില്ല നമ്മൾ പറയില്ല. നമ്മുടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ട് എന്നാൽ ബാക്കി ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ പറയില്ല. അപ്പോൾ ഏതൊരു അവയവത്തിന്റെയും ഒരു കേട് എന്ന് പറയുന്നത് അത് ആ ഒരു ശരീരത്തിന്റെ കേടാണ് എന്ന് വെച്ചാൽ ഒരു സഭയിലെ ഏതെങ്കിലും ഒരു അവയവമായിരിക്കുന്ന ഒരു അംഗത്തിന്റെ കേട് എന്ന് പറയുന്നത് ആ സഭയുടെ ഒരു കേടാണ്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവസന്നിധിയിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ദൈവേഷത്തിന് വേണ്ടി സമർപ്പിക്കുകയും അതിനുവേണ്ടി കഷ്ടവും നഷ്ടവും സഹിക്കുമ്പോഴാണ് സഭ നന്നാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചന പഠനം ദൈവത്തിന്റെ നാമത്തിനും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും ഇടയാകട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.